ടോളുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുമ്പളയിലെ ടോൾ പ്ലാസ സമരം നമ്മൾ ശക്തമായി നടത്തുകയും ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചു. എല്ലാ രാഷ്ട്രീയ കക്ഷികളുടെ പങ്കാളിത്തമുണ്ടായി, BJP ഒഴികെ. നമ്മൾ കോടതിയെ സമീപിച്ച് ഓരോ ദിവസവും കോടതിയിൽ നിന്ന് ഒരു അനുകൂല വിധി ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ നിൽക്കുകയാണ്. ഇന്ന് 2 പത്രങ്ങളിൽ, മലയാള മനോരമ അതോടൊപ്പം ദ ഹിന്ദു പത്രത്തിൽ, നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ കുമ്പള ടോൾ പ്ലാസയിൽ നാളെ മുതൽ അവർ ടോൾ വസൂലാക്കുമെന്നുള്ള ഒരു പത്രപരസ്യം കണ്ടു. കണ്ട നിമിഷം മുതൽ ബന്ധപ്പെട്ടവരുമായി കോൺടാക്ട് ചെയ്തു. അതിനിടയിൽ ആക്ഷൻ കമ്മിറ്റിയുടെ യോഗം നമ്മൾ അടിയന്തരമായി ഉച്ചയ്ക്ക് ചേർന്നു. അത് കഴിഞ്ഞ ഉടനെ ജില്ലാ കളക്ടറെയും SP-യും ബന്ധപ്പെട്ട് കാര്യങ്ങൾ ബോധിപ്പിച്ചു. നാളെ അങ്ങനെ തുടങ്ങുന്നുവെങ്കിൽ തീർച്ചയായും ഞങ്ങളെല്ലാവരും അത് തടയും. ഒരു കാരണവശാലും കോടതിയിൽ ഒരു വിധിക്ക് വേണ്ടി കാത്തു നിൽക്കുമ്പോൾ അന്യായമായി ഈ ഒരു ടോള് വസൂലാക്കാനുള്ള നീക്കത്തിനെതിരെ ശക്തമായ സമരം ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ടാണ് കളക്ടർ അടുത്തു നിന്നും SP അടുത്തു നിന്നും മടങ്ങിയത്. ഇപ്പോൾ ഒരു 6:30 മണിക്ക് SP-യും കളക്ടറും വിളിച്ചു. കോടതി വിധി 14-ാം തീയതി വെള്ളിയാഴ്ചയാണ് പ്രതീക്ഷിക്കുന്നത്. അതുവരെ നാളെ ടോള് പിരിവുണ്ടാവില്ല എന്ന് കളക്ടറും SP-യുമാണ് ഉറപ്പ് MLA എന്ന നിലയ്ക്ക് എനിക്ക് നൽകിയിട്ടുള്ളത്. അത് വന്നാലും നമുക്കൊക്കെ അറിയാം, ഇക്കാര്യം വളരെ ഗൗരവത്തോടു കൂടിയാണ് നമ്മൾ കാണുന്നത്. 2 ടോൾ തലപ്പാടിയിലും കുമ്പളയിലും കൊടുക്കാൻ സാധാരണക്കാരന് കഴിയില്ല. അതോടൊപ്പം ഒരു കാര്യം കൃത്യമായിട്ട് അറിയാം, BJP-യാണ് ഇന്ത്യ ഭരിക്കുന്നത്. BJP-യുടെ കേന്ദ്ര ഗതാഗത മന്ത്രിയാണ് 60 കിലോമീറ്ററിന് ഇടയിൽ ടോൾ ഉണ്ടാവില്ല എന്ന് പാർലമെൻറ്റിൽ പ്രഖ്യാപിച്ചത്. ഇവിടുത്തെ BJP നേതൃത്വം ആക്ഷൻ കമ്മിറ്റിക്ക് വരുന്നില്ല. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു കാര്യത്തിലും പ്രതികരിക്കുന്നില്ല. ഞാൻ ഈ വീഡിയോയിൽ ഇപ്പോഴും അവരോട് പറയുന്നത്, ഇതൊരു നാടിനോട് കാണിക്കുന്ന അന്യായമാണ്, ജനങ്ങളോട് കാണിക്കുന്ന അന്യായമാണ്. നിങ്ങളും ഇവിടെ പഞ്ചായത്തിലേക്കും ബ്ലോക്കിലേക്കും ജില്ലാ പഞ്ചായത്തിലേക്കും MLA-ക്കും MP-ക്കും മത്സരിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ്. ഈ വോട്ടുകളൊക്കെ ഈ ജനങ്ങളാണ് നിങ്ങൾക്ക് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ഇത് ഏതെങ്കിലും ഒരാൾക്ക് വേണ്ടി ടോള് ചെയ്യുന്ന കാര്യമല്ല, ജനങ്ങളുടെ ഒരു പ്രശ്നമല്ലേ. നിങ്ങളിതിൽ പ്രതികരിക്കണ്ടേ? നിങ്ങൾ ഭരിക്കുന്ന ഒരു രാജ്യത്ത് നിങ്ങളുടെ കേന്ദ്ര ഗവൺമെൻറ് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ഇപ്പോൾ പറയുന്നത്, ഞങ്ങൾക്ക് കേന്ദ്ര ഗവൺമെൻറ് 20 കിലോമീറ്ററിന് ശേഷമുള്ള കുമ്പളയിൽ ടോള് പിരിക്കാൻ ഞങ്ങൾക്ക് അവർ അനുമതി നൽകിയെന്നാണ് പറയുന്നത്. എങ്കിൽ അത് മഞ്ചേശ്വരത്തെ ജനങ്ങളോട് BJP കാണിക്കുന്ന ഏറ്റവും വലിയ വഞ്ചനയും ജനങ്ങളോട് കാണിക്കുന്നൊരു അനീതിയുമല്ലേ. BJP നേതൃത്വം ഇക്കാര്യത്തിൽ നിങ്ങൾ വാ തുറക്കണം. മഞ്ചേശ്വരത്തെ കുമ്പളയിൽ ടോൾ പ്ലാസ ജനവിരുദ്ധമായി നിങ്ങൾ നടത്താനുള്ള നീക്കത്തെ ഞങ്ങൾ അതിശക്തമായി ഇനിയും എതിർക്കും. കോടതിയുടെ വിധിക്ക് വേണ്ടി കാത്തു നിൽക്കുന്നു.